ഹായ് വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ കാരണം ഞങ്ങൾ ഇന്ന് വീട്ടിൽ ഓണം ആഘോഷിക്കുകയാണ് കേട്ടോ. ഓണം ഇൻ ദ സെൻസ് ഭയങ്കര ഗ്രാൻഡ് പരിപാടിയല്ല, നമ്മളൊരു മൂന്നാല് പേര് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഒരു ചെറിയ രീതിക്ക് സദ്യയൊക്കെ ആക്കിയിട്ട് നമ്മൾ സെറ്റാക്കുന്നതാണേ. നമ്മൾ രാത്രി എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഉറങ്ങാനായിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ രാവിലെ നമ്മൾ പെട്ടെന്ന് എണീറ്റാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്കിനി പൂക്കളൊക്കെ ഇടണം. പൂവ് നമ്മളിവിടെ അടുത്ത് തന്നെ ലുലുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വേഗം തന്നെ നമ്മുടെ ഒപ്പം ഒന്ന് ഓണം ആഘോഷിക്കാനായിട്ടുള്ളത് അത്തും ആദിഷുമാണേ. അത്തു എൻ്റെ ഒപ്പം കോളേജ് മുതലേ പഠിച്ചാണ്. ഓൾസോ ഞങ്ങളിപ്പോൾ സെയിം സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഇവർ കുറേ ആയിട്ട് നമ്മുടെ കമ്പനിയാണ്. സോ നമ്മൾ നാലുപേരും കൂടെയാണ് ഇന്ന് ഇവിടുത്തെ ഓണം ആഘോഷിക്കുന്നത്. ഭയങ്കര ഗ്രാൻഡ് പരിപാടിയൊന്നുമില്ല, ചെറിയൊരു പൂക്കളം, ചെറിയൊരു സദ്യ, കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം, അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ആ പൂക്കളം നമ്മൾ പടപടേന്ന് സെറ്റാക്കി. നമുക്ക് ഗ്രാൻഡ് ഡിസൈനൊന്നും വരയ്ക്കാൻ നേരമില്ലെങ്കിലും പെട്ടെന്ന് കഴിയുന്ന പോലെ കൈവച്ച് തന്നെ കുറച്ച് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒരു നല്ല പൂക്കളം, കുഞ്ഞു പൂക്കളം സെറ്റാക്കി എടുത്തു. പിന്നെ നമുക്കിനി ഒരു പായസം ഉണ്ടാക്കണം. നമ്മൾ പ്ലാൻ ചെയ്തത് പാലടയായിരുന്നെങ്കിലും നമ്മൾ പിന്നെ അത് അടപ്രഥമനിലോട്ട് മാറ്റി. ആദ്യമായിട്ടാണ് നമ്മൾ രണ്ടുപേരും അടപ്രഥമൻ ഉണ്ടാക്കാൻ പോണേ. അതിൻ്റെ കൺഫ്യൂഷൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേസിലുണ്ട്. എന്തായാലും പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും സാധനം സെറ്റായിട്ടോ. അടപ്രഥമൻ ഉണ്ടാക്കാൻ ഇത്ര സിമ്പിളായിരുന്നത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ തേങ്ങാപ്പാലൊക്കെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കാനെങ്കിൽ ടൈം എടുത്തേനെ. പക്ഷെ ഓൾറെഡി എല്ലാം സെറ്റായിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പായസം ഉണ്ടാക്കി. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് നല്ല രീതിക്ക് അതിനൊന്ന് പാനിയാക്കിയിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. ആ ടൈമിൽ നമ്മൾ ഈ ഒരു അടപ്രഥമൻ വെള്ളത്തിലിട്ടിട്ട്, സോറി അടപ്രഥമനല്ല, അട വെള്ളത്തിലിട്ടിട്ട് നല്ല രീതിക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാഷ്യൂവും റേസിൻസും ഒക്കെ നമ്മൾ നെയ്യിൽ വറുത്ത് കോരിയിട്ട് മാറ്റാം. എന്നിട്ട് എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഈ വേവിച്ച് വെച്ച അടയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലും ശർക്കര പാനിയൊക്കെ ടൈം അനുസരിച്ച് ആഡ് ചെയ്ത് അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി കുറുകി വരുമ്പോഴത്തേക്കും ഈ തേങ്ങാപ്പാലാണ് നമ്മൾ ഒന്നാം പാല് രണ്ടാം പാലൊക്കെ ആഡ് ചെയ്യണേ. ഞങ്ങൾ ആക്ച്വലി യൂട്യൂബിൽ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയത്. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ അടപ്രഥമൻ ദാ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് ആ ഒരു സ്മെല്ല് അങ്ങോട്ട് നമുക്ക് വരുത്തണം. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ അടപ്രഥമനിൽ അടയൊക്കെ കുറച്ച് വലുപ്പം കൂടിപ്പോയി. അത് കുറച്ചും കൂടെ ക്രഷ് ചെയ്തിട്ട് ഇടണമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിക്ക് വെന്ത് കിട്ടിയേനെ. പക്ഷെ ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നേ. നമ്മൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ഇനി നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഓണം ഡ്രസ്സൊക്കെ അല്ല ഓണക്കോടിയൊക്കെ എടുത്ത് വേഗം വരണം. കാരണം നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല നേരമാവില്ലേ. ഈ സാരി നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ദുവാ ബൈ യക്ഷ എന്ന് പറഞ്ഞിട്ട് പേജിൽ നിന്നായിട്ട് ഓർഡർ ചെയ്തേ. അവരുടെ അടുത്ത് നിന്ന് തന്നെയായിരുന്നു ഞാൻ ഓർണമെൻറ്റ്സ് ഓർഡർ ചെയ്തത്. നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് വലിയൊരു ജിമിക്കിയും പിന്നെ ബ്ലാക്ക് കളർ കുപ്പിവളയും അതിന് സെറ്റായിട്ട് പിന്നെ ഒരു ചെറിയ ഇളക്കത്താലി. നല്ല രസമായിരുന്നു കേട്ടോ സാധനം കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഫിറ്റൊക്കെ കഴിഞ്ഞ് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടി കേട്ടോ. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല ഫോട്ടോസ് കിട്ടിയതിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ സദ്യ കഴിക്കാനായിട്ടിരുന്നു. സദ്യ കഴിക്കാനിരുന്നപ്പോൾ കുറേ ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എല്ലാ സാധനത്തിനും. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറിയ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.